എയ്ഡ്സിനെ പറ്റിയും സ്വർഗാനുരാഗത്തെ പറ്റിയും പല തെറ്റായ ധാരണകളും ഉണ്ടായിരുന്ന കാലത്താണ് ഈ ഹോളിവുഡ് സിനിമ പുറത്തു വരുന്നത്. ഇന്ന് ഇവയെപ്പറ്റി എല്ലാം ശരിയായ ധാരണകൾ മാത്രമാണ് എന്നല്ല, ബിഗ് ബജറ്റിൽ ഇത്തരമൊരു വിഷയം അതും ഹോളിവുഡിൽ അവതരിപ്പിക്കുക അക്കാലത്ത് വലിയൊരു റിസ്ക് ആയിരുന്നു. ചില സബ്ജക്റ്റുകളോട് ഒരുതരം തൊട്ടുകൂടായ്മ ഉണ്ടായിരുന്നു എന്ന് പറയുന്നതാകും ശരി. എന്നാൽ ജൊനാഥൻ ഡെമ്മി ആ റിസ്ക് ഏറ്റെടുത്തു. ടോം ഹാങ്ക്സ്, ഡെൻസൽ വാഷിംഗ്ടൺ തുടങ്ങിയ പ്രമുഖ അഭിനേതാക്കളാണ് ചിത്രത്തിലെ കേന്ദ്ര കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. ഇരുവരുടെയും ഗംഭീര പ്രകടനം തന്നെയാണ് ഈ ചിത്രത്തിന്റെ പ്രധാന ആകർഷണം. ഹാങ്ക്സ് അവതരിപ്പിക്കുന്ന ആൻഡ്രൂ ബെക്കറ്റ് ഫിലാഡൽഫിയയിലെ ഒരു വലിയ ലോ ഫേമിലെ മിടുക്കനായ അഭിഭാഷകനാണ്. മിടുക്കൻ എന്ന് പറഞ്ഞാൽ അവിടുത്തെ സ്റ്റാർ. ബെക്കറ്റിന് എയ്ഡ്സ് ബാധിക്കുന്നു. പക്ഷേ ഈ ലോ ഫേമിലെ ആരെയും അയാൾ അത് അറിയിക്കുന്നില്ല. മറ്റൊരു കാര്യം കൂടി അയാൾ മറച്ചു വെച്ചിരുന്നു, താനൊരു സ്വർഗാനുരാഗിയാണെന്ന കാര്യം. അപ്രതീക്ഷിതമായി ഒരു നാൾ ബെക്കറ്റിനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുന്നു. തന്റെ അസുഖമാണ് അതിന് കാരണമെന്ന് അയാൾ സംശയിക്കുന്നു. ബെക്കറ്റ് നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നു. ഈ നിയമപ്പോരിന് ബെക്കറ്റ് പല അഭിഭാഷകരെയും സമീപിക്കുന്നുണ്ട്. പക്ഷേ എല്ലാവരും അയാളെ കൈയൊഴിഞ്ഞു. അവർക്ക് പല കാരണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, എതിർക്കുന്നത് ഫിലാഡൽഫിയയിലെ ഏറ്റവും വലിയ ലോ ഫേമിനെയാണ്. രണ്ട്, ബെക്കറ്റ് ഒരു സ്വർഗാനുരാഗിയാണ്. മൂന്ന്, ഇന്ന് അയാൾ ഒരു എയ്ഡ്സ് രോഗിയാണ്. അവസാനം ഈ കേസ് ഏറ്റെടുക്കുന്നത് ഡെൻസൽ വാഷിംഗ്ടൺ അവതരിപ്പിക്കുന്ന ജോ മില്ലറാണ്. അയാളോ എയ്ഡ്സിനെ പറ്റി ABCD അറിയാത്ത, സ്വർഗാനുരാഗത്തോട് കടുത്ത എതിർപ്പുള്ള ഒരാളും. പക്ഷേ ഇതെല്ലാം കേസ് കോടതിയിലെത്തുമ്പോൾ മാറുന്നു. ഈ സിനിമയിലെ കോടതി രംഗങ്ങളിൽ ചിലത് നമ്മളെ വല്ലാതെ ഉലച്ചു കളയും. പലപ്പോഴും ടോം ഹാങ്ക്സ് എന്ന അഭിനേതാവിന്റെ മുഖത്തേക്ക് നോക്കാൻ നമ്മൾ മടിക്കും. അയാളുടെ കണ്ണുകളിൽ തുടക്കത്തിൽ നമ്മൾ കണ്ട ഊർജവും പ്രണയവുമല്ല ഇപ്പോൾ, രോഗത്തിന്റെ ക്ഷീണവുമല്ല, ജീവിച്ചു കൊതി തീർന്നിട്ടില്ലാത്ത ഒരാൾ മരണവുമായി പൊരുത്തപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഭാവമില്ലേ, അതാണ് ആ കണ്ണുകളിൽ. ഓരോ തവണ അയാളെ സ്ക്രീനിൽ കാണുമ്പോഴും അയാൾ മരണത്തെ ഓർമ്മിപ്പിക്കുന്നു. ജൊനാഥൻ ഡെമ്മി ഒരുക്കിയ ഫിലാഡൽഫിയ എന്ന സിനിമ എളുപ്പത്തിൽ കണ്ടു തീർക്കാൻ പറ്റുന്ന ഒന്നല്ല. ആൻഡ്രൂ ബെക്കറ്റ് അതിന് സമ്മതിക്കില്ല. അയാളുടെ കരിയറിലെ കയറ്റിറക്കങ്ങൾ സ്ക്രീനിൽ നമുക്ക് വ്യക്തമായി കാണാം. പല മുൻവിധികളുടെ പൊളിച്ചെഴുത്തും. അതേസമയം ആൻഡ്രൂവും കാമുകൻ മിഗേലും തമ്മിലുള്ള ശാരീരികമായ അടുപ്പം കാണിക്കുന്ന രംഗങ്ങൾ അങ്ങനെ കാണാൻ സാധിക്കുന്നുമില്ല. ഇത് LGBTQ+ കമ്മ്യൂണിറ്റി വിമർശനമായി ഉന്നയിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ സോ കോൾഡ് സ്ട്രെയിറ്റ് ഹോളിവുഡ് ഭൂരിപക്ഷത്തിനിടയിൽ നിന്ന് ഈ വിഷയം സംസാരിക്കാൻ കാണിച്ച ധൈര്യം ഈ കുറവ് ഒരുവിധം പരിഹരിക്കുന്നുണ്ട്. ഇനി ഈ ചിത്രം ഒരു മസ്റ്റ് വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ, ഇന്ന് കണ്ട് ഇന്ന് തന്നെ മറക്കുന്ന സിനിമയല്ലിത്. ചിലപ്പോൾ ഫിലാഡൽഫിയ നിങ്ങളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട ചിത്രമായേക്കും. ഉറപ്പ്.